എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കട്ടെ. ആരെങ്കിലും പെട്ടെന്നൊരു സമ്മാനം വേണമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് സമ്മാനമായിട്ട് വേണ്ടത് എന്ന് ചോദിച്ചാൽ, എനിക്കൊരു ബുക്ക് വാങ്ങിച്ചു തരുമോ എന്ന് കണ്ണും പൂട്ടി ചോദിക്കാൻ പാകത്തിന് അത്രയധികം പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് ഓഗസ്റ്റ് 9 ലോക പുസ്തക പ്രേമികളുടെ ദിനം. സ്കൂൾ പഠനകാലത്ത് സെൻറ് തെരേസാസിലെ ആ കുട്ടി ലൈബ്രറിയിൽ നിന്ന് ആരംഭിച്ച വായനാശീലം പിന്നീട് അങ്ങോട്ട് തിരുവനന്തപുരം ആർട്സ് കോളേജിലെ PG പഠനകാലത്ത് മാസത്തിൽ 30 ബുക്കുകളൊക്കെ വായിച്ച് ഞാൻ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഇന്ന് ജീവിത പ്രാരാബ്ധങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും ഒക്കെ ചേക്കേറിയെങ്കിലും മാസത്തിലൊരു 2 പുസ്തകമെങ്കിലും വായിക്കാൻ ഞാൻ എന്നെ തന്നെ നിർബന്ധിതയാക്കാറുണ്ട്. എൻ്റെ ശമ്പളത്തിൽ നിന്ന് ചെറുതെങ്കിലും ഒരു പങ്ക് ഞാൻ അതിനു വേണ്ടി എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കാറുമുണ്ട്. ജീവിതത്തിൽ എന്തു പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രതിസന്ധികൾ വരുമ്പോഴും നിറയെ സന്തോഷങ്ങൾ വരുമ്പോഴും ഒക്കെ ഞാൻ അഭയം തേടുന്നത് പുസ്തകങ്ങൾ തന്നെയാണ്. ഭക്ഷണം കഴിഞ്ഞാൽ പുസ്തകം, അതാണ് എൻ്റെ രീതി. പുസ്തകം സമ്മാനിക്കുന്നത് ഒരു മായിക ലോകമാണ്. യെസ്, ഇറ്റ്സ് എ മാജിക്. ആ വായനയുടെ ലോകത്ത് നമ്മളങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ, അതിലേക്ക് മുഴുകി അതിലേക്ക് ഇഴുകി ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാം തന്നെ നാം മറന്നുപോകും. അത് എത്രത്തോളം വലിയ പ്രശ്നമാണെങ്കിലും അതങ്ങട് ഇല്ലാതായി പോയതുപോലെ ഒരനുഭൂതിയൊക്കെ തരും പുസ്തകങ്ങൾ. അത് സമ്മാനിക്കുന്ന ഭാഷാ പരിജ്ഞാനവും അനുഭവ സമ്പത്തും മറ്റുള്ള ജീവിതങ്ങളുടെ നേർചിത്രങ്ങളും നിറയെ മനുഷ്യരുടെ കഥകളുമൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ കാലങ്ങളിലും നമ്മുടെ മനസ്സിൽ അങ്ങനെ മായാതെ നിലനിൽക്കും. പണ്ട് പഠിച്ച ക്ലാസ് മുറികളിലെ പാഠങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിലും ലൈബ്രറിയിൽ വായിച്ച പുസ്തകങ്ങളും അതിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളുമൊക്കെ ഇന്നും മനസ്സിൽ അങ്ങനെ തന്നെയുണ്ട്. 2024 എനിക്ക് വളരെ കഷ്ടം പിടിച്ച ഒരു വർഷമായിരുന്നു. അവിടെ നിന്ന് തകർന്ന് തരിപ്പണമായി പോയ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ഈ 2 പുസ്തകങ്ങളിലൂടെയാണ്. കാളിയും ഏറ്റവും പ്രിയപ്പെട്ട എന്നോടും. പണ്ടേ വയലറ്റ് പൂക്കളെ ഒരുപാട് ഇഷ്ടമുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടിലെ നായികയ്ക്ക് ഞാനുമായിട്ട് എന്തോ സാമ്യമുണ്ടോ എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. അല്ലെങ്കിലും ഓരോ പുസ്തകങ്ങളിലെയും കഥാപാത്രമാകാൻ ഞാൻ എപ്പോഴും എന്നെ തന്നെ തിരഞ്ഞെടുക്കാറുമുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാലേ, എത്രയൊക്കെ യാന്ത്രിക ലോകത്തിലേക്ക് മാറിയാലും റോബോട്ടുകൾ റീപ്ലേസ് ചെയ്താലും ഫോണിൻ്റെ 5 ഇഞ്ച് സ്ക്രീനിലേക്ക് നമ്മളൊക്കെ ചുരുങ്ങിപ്പോയാലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വായിക്കുക. അങ്ങനെ ഇരുന്ന് ഒരു പുസ്തകം വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്നേ.